ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കൃഷ്ണായനം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്നും കരുതട്ടെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണൻ ജലമായ കഥ. ചന്ദ്രിക പെയ്തിറങ്ങുന്ന മനോഹരമായ രാത്രി. രോഹിത പർവ്വതത്തിൻ്റെ തടത്തിൽ ചന്ദനഗന്ധത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് മാധവൻ രാധയോട് ആ കഥ പറഞ്ഞു. രസകരവും രഹസ്യ സ്വഭാവമുള്ളതുമായ ആ കഥ കേൾക്കുവാൻ പ്രകൃതി കൗതുകത്തോടെ കാത്തുനിന്നു. ജീവജാലങ്ങൾ കണ്ണനെ ശ്രദ്ധിച്ചു. രോഹിത പർവ്വതത്തിൻ്റെ തടമിറങ്ങി തണുപ്പുള്ള കാറ്റ് രാധാമാധവരെ പൊതിഞ്ഞു. രാധ മാധവന്റെ നികടത്തിൽ അമർന്നിരുന്നു. മാധവൻ കഥ പറഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ആദിയിൽ ഒരു താമര ജനിച്ചു. സഹസ്രദളങ്ങൾ ഉള്ള ചുവന്ന ആ പങ്കജത്തിൽ ബ്രഹ്മാവ് ഭൂജാതനായി. തമസ്സു മാറി ജ്യോതിസ് തിളങ്ങും പോലെ അംബജസംഭവൻ വിളങ്ങി. പ്രകൃതിയെ ആലിംഗനം ചെയ്ത ബ്രഹ്മാവ് എൻ്റെ ഇച്ഛയിൽ സൃഷ്ടി നടത്തി. ജീവജാലങ്ങൾ മഞ്ഞിടത്തിൽ നിറഞ്ഞു. ഭൂമി ശ്യാമളയായി. ബ്രഹ്മദേവന്റെ അംഗതലത്തിൽ നിന്നും നാരദൻ ജനിച്ചു. ഭക്തിയിൽ മുഴുകിയ നാരദൻ ഭൂമണ്ഡലമടക്കം 14 ലോകങ്ങളിലും സാമഗാനങ്ങൾ പാടി നടന്നു. ഗാനഗന്ധർവനായി ഭഗവത് ലീലകൾ പാടി ആമോദത്തോടെ നാരദൻ ദേവലോകത്ത് ആശ്ചര്യസംഭവനായി സഞ്ചരിച്ചു. ഒരിക്കൽ ബ്രഹ്മാവ് നാരദനെ വിളിച്ചു പറഞ്ഞു, നാരദ, നിന്റെ യാത്ര കൊണ്ട് ജന്മകൃത്യം നടക്കുന്നില്ല. സൗരാദികളടക്കം നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ കർമ്മത്തിൽ സഹായിക്കുവാനാണ്. ഇനിയും മഞ്ഞിടത്തിൽ അനേകം ജീവജാലങ്ങളെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടങ്ങിയൊതുങ്ങി സൃഷ്ടി നടത്തിയാലും. നാരദൻ ബഹുമാനത്തോടെ പറഞ്ഞു, ബ്രഹ്മദേവ, സൃഷ്ടികർമ്മത്തിന് എന്നെ നിർബന്ധിക്കരുതേ. ശോകമോഹാദികൾ ഉളവാക്കുവാൻ പര്യാപ്തമായ സൃഷ്ടികർമ്മത്തിൽ നിമഗ്നനായാൽ എൻ്റെ ലക്ഷ്യം നശിക്കും. ദേവസുന്ദരനായ ഭഗവാനെ ഭജിച്ചു കഴിയാനാണ് എനിക്ക് മോഹം. അങ്ങ് അതിന് അനുവദിക്കണം. തൻ്റെ വാക്ക് മകൻ നിരസിച്ചതായി കണ്ട് ക്രുദ്ധനായ ബ്രഹ്മദേവൻ നാരദനെ ശപിച്ചു. സർവസമയവും പാടി നടക്കുന്ന ഒരു ഗന്ധർവനായി നീ ഭവിക്കട്ടെ. ബ്രഹ്മദേവന്റെ ശാപം ഫലിച്ചു. നാരദൻ ഗന്ധർവരൂപിയായി ലോകമെങ്ങും നടന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. അക്കാലത്ത് നാരദന്റെ നാമം ഉപബർഹണൻ എന്നായിരുന്നു. ഒരിക്കൽ നാരദൻ കുറച്ച് സ്ത്രീകൾ ഒന്നിച്ച് ബ്രഹ്മസദസ്സിൽ പാടി. അതിസുന്ദരമായ ഗാനത്തിൽ ലയിച്ച് മനോഹരികളായ യുവതികൾ നൃത്തം ചെയ്തു. ലോലമായ ഉടയാടത്തുമ്പുകൾ ചടുലഗതിയിൽ തുള്ളിക്കളിച്ചു. വിലാസഗാത്രികളുടെ ശരീരം നാരദനിൽ ചലനം സൃഷ്ടിച്ചു. ഒരു നിമിഷം അവരുമായി അഭിരമിക്കുന്നതിനെക്കുറിച്ച് നാരദൻ ചിന്തിച്ചു. നാരദന്റെ ഗാനം വക്രഗതി തേടി. താളം പോയി. സ്വരം തെറ്റി. കോപിഷ്ഠനായ ബ്രഹ്മാവ് വീണ്ടും ശപിച്ചു, നീ ശുക്രയോനിയിൽ ജനിക്കട്ടെ. നാരദൻ ദാസീപുത്രനായി മനുഷ്യരൂപനായി പിറന്നു. പക്ഷെ ഭഗവാനിൽ ഭക്തി മുഴുത്ത് മനുഷ്യരൂപനായ നാരദൻ കീർത്തനങ്ങൾ പാടി നടന്നു. നദീതീരങ്ങളിലും ഗ്രാമതടങ്ങളിലും പർവ്വതപ്രാന്തങ്ങളിലും
ഏകനായി ഗാനമാലപിച്ച് നാരദൻ സഞ്ചരിച്ചു. കിട്ടുന്നിടത്തു നിന്ന് ഭിക്ഷ സ്വീകരിച്ചും ആരോടും പരിഭവമില്ലാതെ യാചിച്ചും ഗാനമരന്തം ഏവർക്കും തൂകി നാരദൻ ദിനങ്ങൾ തള്ളി നീക്കി. ഈ യാത്രയിൽ നാരദൻ ഇളാവൃതം എന്ന സ്ഥലത്തെത്തി. സ്വർണം വിളയുന്ന ജംബൂ നദി അതുവഴിയാണ് ഒഴുകുന്നത്. ജംബൂ നദിയുടെ കരയിലാണ് പ്രശസ്തമായ വേദനഗരം. സ്വർണസ്തൂപികകൾ കൊണ്ട് നിറഞ്ഞു നിന്ന മനോഹരമായ മാളികകൾ ഉള്ള നഗരമാണ് ഇത്. വിശാലമായ പൂന്തോട്ടങ്ങൾ ഈ നഗരത്തിൻ്റെ പ്രത്യേകതയാണ്. നീലത്താമര പൂവുകൾ നിറഞ്ഞ ജലാശയങ്ങളിൽ അരുണവർണ്ണത്തിലുള്ള മത്സ്യങ്ങൾ തുള്ളിക്കളിക്കുന്നു. സ്ഫടികം പടുത്ത പടവുകളിൽ നവനീത ഗാത്രികളായ കാമിനിമാർ കാമുകരുമൊത്ത് മന്ദമാരുതൻ ഏറ്റ് നർമ്മോക്തികളിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച എവിടെയും കാണാം. രാവും പകലും ഭേദമില്ലാതെ ആമ്പലും താമരയും വിടരുന്ന സുന്ദര നഗരമാണ് വേദനഗരം. സർവദൂരമണികളെപ്പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഇവിടുത്തെ കാമിനിമാർ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്നു. പക്ഷെ അതിശയകരമായ മറ്റൊരു വസ്തുത ഈ സുന്ദരിമാർക്ക് ഏതെങ്കിലും ഒരവയവം ശോഷിച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഒരു കാലാണ് ഒരുവൾക്ക് ഇല്ലാത്തതെങ്കിൽ മറ്റൊരുവൾക്ക് ഒരു കരമില്ല. ചിലർക്ക് അവയവങ്ങളിൽ പരുക്കേറ്റിരിക്കുന്നു. ചിലർക്ക് ഒരു കാതില്ല. മറ്റു ചിലർക്ക് ഒരു കണ്ണില്ല. അവരുടെ ഈ രൂപം കണ്ട് നാരദൻ ചോദിച്ചു, മനോഹരമാണ് ഈ നഗരം, മനോഹരികൾ തന്നെ നിങ്ങൾ. പക്ഷെ കാണുന്നവർക്ക് അത്ഭുതം ജനിപ്പിക്കുമാറ് ഏതെങ്കിലും ഒരവയവം നിങ്ങൾക്ക് ശോഷിച്ചിരിക്കുന്നു. എല്ലാവരിലും ഇത് കാണുന്നത് കൊണ്ട് ഏതോ ശാപമാണ് ഇതിന് കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്താണ് സംഭവം എന്നറിഞ്ഞാൽ എന്നെക്കൊണ്ടുള്ള ഉപകാരം ഞാനും അനുഷ്ഠിക്കാം. നാരദന്റെ വാക്കുകൾ കേട്ട് കുറേ കോമളഗാത്രികൾ കൂട്ടം ചേർന്ന് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ നല്ല മനസ്സിന് വന്ദനം. ഞങ്ങൾക്കിങ്ങനെ വന്നു ഭവിച്ചതെങ്ങനെ എന്ന് പറയാം. ബ്രഹ്മപുത്രനായ നാരദൻ എന്നൊരാളുണ്ട്. അദ്ദേഹം കാലം, താളം, രാഗം, സ്വരം ഇവയൊന്നുമില്ലാതെ സദാ പാടിക്കൊണ്ട് നടക്കുന്നു. ഞങ്ങൾ ഇവിടെ വസിക്കുന്ന രാഗങ്ങളാണ്. തെറ്റായ രീതിയിലുള്ള ഗാനാലാപനം ദോഷമായി ഞങ്ങളെ ബാധിച്ചു. വികലരൂപരായി ഞങ്ങൾ പരിണമിച്ചു. അദ്ദേഹം ഇപ്പോഴും പാടി നടക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ അംഗങ്ങൾ ശോഷിച്ചുകൊണ്ടേയിരിക്കും. കാലം കഴിയുമ്പോൾ ഞങ്ങൾ ഇല്ലെന്നേ ആകും. ഞങ്ങളുടെ കണ്ണുനീർ കാണുവാൻ ആരുമില്ല. അങ്ങനെ വേദന പൂണ്ട് കഴിയുമ്പോഴാണ് താങ്കൾ ഞങ്ങളെ കണ്ടത്. രാഗസുന്ദരിമാരുടെ പരിദേവനം കേട്ട് വിസ്മയിച്ച നാരദൻ ദുഃഖിച്ചു നിന്നു. അദ്ദേഹം അറിയാതെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. രാഗസുന്ദരിമാർ ചോദിച്ചു, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വന്ന അങ്ങ് കരയുകയാണോ? ദയവായി ദുഃഖം മറന്നാലും ഞങ്ങൾക്ക് അങ്ങയെ സന്തോഷിപ്പിക്കുവാനാവുന്നുമില്ല. അങ്ങ് ക്ഷമിച്ചാലും. നാരദൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, സുന്ദരികളായ രാഗിണികളെ, നിങ്ങൾ ശപിക്കുന്ന നാരദനാണ് ഞാൻ. എൻ്റെ ഗാനം ഇത്രയും വിരൂപമായിരുന്നുവെന്ന് എനിക്കറിയുകയില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ക്ഷമ ചോദിക്കുന്നു. സുന്ദരികളെ, എനിക്ക് ഭഗവാന്റെ നാമം പാടുവാൻ കഴിയാതെ വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ല. എനിക്ക് പാടിയേ മതിയാവൂ. സ്വരരാഗ താളലയബദ്ധമായി പാടാൻ എന്താണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? പറഞ്ഞു തരുക, അതുപോലെ ഞാൻ നിർവഹിക്കാം. രാഗിണികൾ നാരദനോട് പറഞ്ഞു. സരസ്വതിയുടെ ശിക്ഷണത്തിൽ മാത്രമേ സംഗീതം യഥാവിധി അഭ്യസിക്കുവാനാവുകയുള്ളൂ. ദേവിയെ പ്രസാദിപ്പിക്കുക, എല്ലാം വരഗതമാകും. നാരദൻ അപ്പോൾ തന്നെ അവരിൽ നിന്നും ആശീർവാദം സ്വീകരിച്ചു. ജംബൂ നദിയുടെ കരയിൽ ഒരു വടപത്രഛായയിൽ തപസ്സിരുന്നു. ജലമാത്രനായും വായുമാത്രനായും തപം തുടർന്നു. അവസാനം വായുവിനെയും സ്തംഭിപ്പിച്ച് തപസ്സിലിരുന്നു.
ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാരദൻ ഇരുന്ന നദീതടം ഉയരുവാൻ തുടങ്ങി. മന്ദം മന്ദം ആ സ്ഥലം പൊങ്ങി വന്നു. ഒരു കൊടുമുടി പോലെ അവിടം ഉയർന്നു. കാലഗതിയിൽ മേഘമാലകളെ പിന്നിട്ട് നാരദന്റെ ആ സ്ഥാനം ഉയർന്നു. ക്രമേണ അതൊരു പർവ്വതമായി പരിണമിച്ചു. ദേവകൾ ആ പർവ്വതത്തെ നാരദശൈലം എന്ന് വിളിച്ചു. മേഘവീതിയെ പിന്നിട്ട് അനന്തതയോളം ഉയർന്ന പർവ്വതത്തിന്റെ തുഞ്ചിൽ നാരദൻ ധ്യാനനിമഗ്നനായി വർത്തിച്ചു. ദേവകളും യക്ഷന്മാരും ഗന്ധർവന്മാരും നാരദനെ വന്ദിച്ചു. പ്രകൃതിയിലെ സർവജീവ നിമിഷങ്ങളെയും വായുവിലൂടെ നാരദൻ ആവാഹിച്ചു. എല്ലാ ജീവികളും ശ്വാസം ലഭിയാതെ പിടഞ്ഞു. നാരദശൈലം ക്രമേണ ചുവന്നു. അഗ്നി വളർന്ന് നാരദനെ പൊതിഞ്ഞു. ബ്രഹ്മദേവൻ സരസ്വതിയോട് പറഞ്ഞു, ദേവി, ധ്യാനനിമഗ്നനായി വർത്തിക്കുന്ന നാരദന് ഗാനോപദേശം നൽകിയാലും ജീവികൾ മരിക്കുന്നതിനു മുമ്പേ വേണ്ട ധർമ്മം അനുഷ്ഠിച്ചാലും ദേവി നാരദശൈലത്തുഞ്ചിൽ നാരദന്റെ മുമ്പിൽ ആവിർഭവിച്ചു. സരസ്വതി നാരദനെ സ്നേഹപൂർവം വിളിച്ചു, മകനെ, എഴുന്നേൽക്കൂ, നിന്നിൽ അമ്മ പ്രസാദിച്ചിരിക്കുന്നു. പ്രണവരൂപത്തിലുള്ള ശബ്ദധ്വനി കേട്ട് നാരദൻ ഞെട്ടിയുണർന്നു. ആദിശബ്ദം പോലെ ഗംഭീരമായ ധ്വനി പ്രകർഷത്തിൽ ഹൃദയം ഉലഞ്ഞ നാരദൻ സരസ്വതിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. അമ്മേ, ഈ മകന് സ്വരതാളബദ്ധമായ ഗാനം നൽകിയാലും. സരസ്വതി പ്രസാദിച്ചു. മകനെ എഴുന്നേൽപ്പിച്ചു. ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നാരദ, നിന്റെ നാവ് കാണിക്കൂ. നാരദൻ ജിഹ്വാഞ്ജലം സരസ്വതിയുടെ മുൻപിൽ നീട്ടി. കണ്ണുകളടച്ച് ധ്യാനപൂർണനായി നിൽക്കൂ, സരസ്വതി പറഞ്ഞു. നാരദൻ അങ്ങനെ ചെയ്തു. ദേവി 56 കോടി രാഗങ്ങളും അവയുടെ ഭേദങ്ങളും അന്തർഭേദങ്ങളും വാദ്യനൃത്തങ്ങളും താളസ്വരങ്ങളും നാവിൻ തുമ്പിൽ കുറിച്ചു ചേർത്തു. ഹൃദയത്തിലേക്ക് ആവാഹിച്ചു നൽകി. വിശിഷ്ടങ്ങളും നിഗൂഢങ്ങളും അതിരമ്യങ്ങളുമായ രാഗമാധുരി വശഗതനായ നാരദൻ സരസ്വതിയെ നമസ്കരിച്ചു. ദേവി ബ്രഹ്മലോകത്തേക്ക് പോയി. നാരദൻ ശൈലത്തിൽ നിന്നും ഇറങ്ങി നഗരത്തിൽ എത്തി. അംഗഭംഗം വന്ന ആരെയും നഗരത്തിൽ ദർശിച്ചില്ല. പൂർണ്ണ കാമനകളും കാമതകളുമായി യുവതികൾ കാമുകരുമൊത്ത് നാരദശൈലത്തിലെ സ്വയം തെളിയുന്ന ഔഷധച്ചെടികൾ കൊണ്ട് പ്രകൃതിയൊരുക്കിയ നികുഞ്ചങ്ങളിൽ ആലിംഗനബദ്ധരായി അമരുന്നത് കണ്ടു. സന്തോഷത്തോടെ നാരദൻ ഗന്ധർവ നഗരത്തിലെത്തി. തൻ്റെ ഗാനാലാപനശേഷി എവിടെയാണ് പ്രദർശിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചു നടന്നു. വീണാപാരായണനായ നാരദൻ തമ്പുരു എന്നൊരു ശിഷ്യനെ സ്വീകരിച്ചു. മനോഹരമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് അപൂർവ രാഗങ്ങൾ പാടിപ്പാടി ദേവസഭയിൽ എത്തി. നാരദനിൽ ദേവസഭ പ്രതിപത്തി കാട്ടാത്തതിനാൽ അദ്ദേഹം സൂര്യമണ്ഡലത്തിൽ ചെന്നു. സൂര്യൻ പുറപ്പെടുവാൻ തയ്യാറായി നിന്നതുകൊണ്ട് ശിവപുരത്തിൽ ചെന്നു. ശിവൻ ധ്യാനത്തിലായിരുന്നു. ബ്രഹ്മലോകത്തിലും വൈകുണ്ഠത്തിലും നാരദന് ക്ഷണം ലഭിച്ചില്ല. നാരദൻ ബ്രഹ്മാണ്ഡത്തിന് പുറത്തു കടന്നു. വിരജാനദി കടന്ന് മനോമോഹനമായ വൃന്ദാവനത്തിൽ സർവദാ വസന്തം കളിയാടുന്ന നികുഞ്ചങ്ങളും ഗോവർദ്ധനഗിരിയും കടന്ന് വടവൃക്ഷച്ചുവട്ടിലെത്തി. നാരദൻ ഗോകുലനാഥനെക്കുറിച്ച് മനോഹരമായി പാടി. ദ്വാരപാലിക പുറത്തു വന്നു. അവൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നാരദൻ പറഞ്ഞു, എൻ്റെ നാമം നാരദൻ. ഇവൻ എൻ്റെ ശിഷ്യനാണ്, തമ്പുരു എന്നു പേര്. ഞങ്ങൾ ശ്രീകൃഷ്ണ കീർത്തനം പാടുന്ന ഗാനാലാപകരാണ്. ഭഗവാന്റെ തിരുമുമ്പിൽ പാടണമെന്നുണ്ട്. ദ്വാരപാലിക കൃഷ്ണഭഗവാന്റെ അനുവാദത്തോടെ നാരദനെ തിരുമുമ്പിലെത്തിച്ചു. 1000 കോടി സൂര്യന്മാരുടെ പ്രകാശം ജ്വലിച്ചു നിൽക്കുന്ന അങ്കണത്തിൽ മഹാ തേജസ്സായി വർത്തിക്കുന്ന കൃഷ്ണൻ അരുളി, നാരദ, നീ എൻ്റെ പ്രിയൻ തന്നെ. നാരദൻ കരം കൂപ്പി തേജസ്സോടെ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, ഈ തിരുമുമ്പിൽ ഒരു ഗാനം ആലപിക്കുവാനാണ് ഞാൻ വന്നത്. തേജസ്സിൽ നിന്നും അനുവാദം ലഭിച്ച നാരദൻ
കീർത്തനം പാടുവാൻ തുടങ്ങി. അപൂർവ രാഗങ്ങൾ കോർത്തിണക്കിയ രാഗമാലികയിൽ ഗോലോകം ലയിച്ചു നിന്നു. ആ ഗാനം ആരോഹണ അവരോഹണങ്ങളിലൂടെ ശ്വാശ്വത ഭക്തിയുടെ അനിർവചനീയമായ മേഖലയിലേക്ക് കടന്നു ചെന്നു. ഗാനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ധ്വനിഭേദങ്ങൾ പോലും നാരദൻ ആവിഷ്കരിച്ചു. ബ്രഹ്മാണ്ടത്തിൻ്റെ ചലനം പോലും ഗാനത്തിൻ്റെ സ്വരത്തിൽ അധിഷ്ഠിതമായി. ജീവലോകത്തിലെ സർവ്വജീവികളിലും ആ ഗാനമരന്തം ഒഴുകിച്ചെന്നു. ഇതാണ് സാക്ഷാൽ രാഗസുധ. നാരദൻ പുതിയ പുതിയ രാഗങ്ങൾ ഇണക്കിച്ചേർത്തു. അഭൗമമായ ഒരു ഗാനമരന്തം നാരദനിൽ നിന്നും ഒഴുകിയിറങ്ങി. സർവരാഗധ്വനികളും അതിൽ ലയിച്ചു. ആ ഗാനപ്രവാഹം മഹാ തേജസ്സിലേക്ക് ഒഴുകിച്ചെന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? അതിദിവ്യവും അനന്തവും അപരിമേയവും അപ്രമേയവുമായ ആ തേജസ് അലിയുവാൻ തുടങ്ങി. ഗാനത്തിൽ തേജസ് ദ്രവിച്ചു. ഗോലോകം നിറഞ്ഞു കവിഞ്ഞു. ആ ദ്രവത്തിൽ ഗോലോകം ഒരു പന്തുപോലെ ഉയർന്നു നിന്നു. ബ്രഹ്മജലമെന്നതിനെ വിളിച്ചു. നാം അധിവസിക്കുന്ന വൃഷ്ണിഗർഭം എന്ന ബ്രഹ്മാണ്ടം ആ ജലത്തിലാണ് വർത്തിക്കുന്നത്. ഈ മന്വന്തരത്തിൽ ആ ജലത്തിൽ നിന്നാണ് ആകാശഗംഗ ഉത്ഭവിച്ചൊഴുകുന്നത്. ശിവന്റെ ശക്തിയിൽ അവൾ ഭൂമിയിൽ എത്തി ഒഴുകുന്നു. സ്വർഗത്തിൽ അവൾ മന്ദാകിനിയാണ്, പാതാളത്തിൽ ഭോഗവതിയാണ്. അങ്ങനെ ഗംഗയെ ത്രിപദഗാമിനി എന്ന് പറയുന്നു. കൃഷ്ണൻ കഥ പറഞ്ഞു നിർത്തി. പൂങ്കോഴിയുടെ പുഷ്കല കണ്ട നാദമുയർന്നു. രാധ ഭഗവാന്റെ മാറിടത്തിൽ പറ്റിച്ചേർന്നിരുന്നു. ഗോപികമാർ ആ സമയമായപ്പോഴേക്കും കണ്ണനെ അന്വേഷിച്ച് അവിടെ എത്തി. കണ്ണൻ അവരുമൊത്ത് രാഗലീലകളാടി. ഗോപികമാർ സന്തോഷിച്ചു. അവരുടെ പരിഭവം മറന്നു. എല്ലാവരെയും ആശ്വസിപ്പിച്ചതിനു ശേഷം അനുമതി വാങ്ങി പിറ്റേന്നു തന്നെ കണ്ണൻ ഉദ്ധവനുമൊത്ത് യാത്രയ്ക്കൊരുങ്ങി. ശ്രീകൃഷ്ണ വിരഹം സഹിക്കാനാവാതെ ഗോപികമാർ ദുഃഖാകുലരായി. ശ്രീകൃഷ്ണനും ഉദ്ധവനും രഥത്തിലേറി. ഗോപികമാർ രഥത്തെ പൊതിഞ്ഞു നിന്നു. അവർ പറഞ്ഞു, കൃഷ്ണ, വ്രജത്തിൻ്റെ പ്രാണനായ അങ്ങ് വേഗം മടങ്ങി വരൂ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ഞങ്ങൾക്ക് വേറെ ഈശ്വരനില്ല. വ്രജത്തിൻ്റെ ധനവും കുലദീപവും ദാഹാർത്തൻ്റെ ജലവും ജ്വരാർത്തൻ്റെ ഔഷധവും ആസന്നമരണൻ്റെ അമൃതവും അങ്ങ് മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീർ തൂവി നിന്നു. ഓടി നടക്കുന്ന മത്സ്യം തട്ടി വളയുന്ന താമരയിൽ നിന്നും ജലകണങ്ങൾ ഉതിരുന്നതുപോലെ അവരുടെ ദീർഘനയനങ്ങളിൽ നിന്നും അശ്രുകണങ്ങൾ തുരുതുരേ അടർന്നു വീണു. ഗോപന്മാരുടെയും ഗോപികമാരുടെയും വേദന കണ്ട് കണ്ണൻ പറഞ്ഞു, വ്രജവാസികളായ നിങ്ങളെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രേമവാത്സല്യങ്ങൾ നുകർന്ന് ഇവിടെ കഴിയുവാനാണ് എനിക്കും താല്പര്യം. എങ്കിലും എൻ്റെ കർത്തവ്യം എന്നെ കർമ്മോന്മുഖനാക്കുന്നു. യദുക്കളുമായി പോരടിക്കുവാൻ ജരാസന്ധൻ ഏതു സമയവും വരാം. അതുകൊണ്ട് ഞാൻ മധുരയ്ക്ക് പോവുകയാണ്. ഇനിയും നിങ്ങളെ കാണുവാൻ ഞാൻ വരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് കണ്ണൻ തേരിലേറി പുറപ്പെട്ടു. അടുത്ത ഭാഗം കോലാസുരവധം. മധുര ഭരിച്ചത് ഉഗ്രസേനനാണെങ്കിലും ബലരാമനാണ് രാജ്യകാര്യങ്ങൾ നോക്കി നടത്തിയത്. ജനങ്ങൾ തങ്ങളുടെ ആവലാതികളും സങ്കടങ്ങളും ബലരാമനോടാണ് പറഞ്ഞിരുന്നതും. യുവരാജാവിൻ്റെ ശക്തിയിലും സാമർഥ്യത്തിലും മധുരാ നിവാസികൾ സന്തോഷിച്ചു. അവരുടെ ദുഃഖം പടിയിറങ്ങി. ആനന്ദം അകത്തളങ്ങളിൽ നിറഞ്ഞു. ഒരു ദിവസം ബലരാമൻ തൻ്റെ സുഹൃത്തുക്കളായ കുറേ യുദ്ധവീരന്മാരുമൊത്ത് നായാട്ടിന് പുറപ്പെടുവാൻ ഒരുങ്ങുകയായിരുന്നു. മൃഗയാ വിനോദത്തേക്കാൾ വനത്തിൽ വസിക്കുന്ന സന്യാസിമാർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന രാക്ഷസ പിശാചുക്കളെ അകറ്റുക എന്നതായിരുന്നു ബലരാമൻ്റെ ലക്ഷ്യം. രഥങ്ങൾ തയ്യാറായി. പുറപ്പെടുവാൻ ഒരുങ്ങിയപ്പോഴാണ് പുറത്ത് ശക്തമായ ഒരു ആരവം പൊന്തി വന്നത്. അടിക്കടി ആരവം കുതിച്ചുയരുകയാണ് ഉണ്ടായത്.
എന്താണ് ബഹളത്തിൻ്റെ കാരണമെന്നറിയാതെ എല്ലാവരും ശ്രദ്ധിച്ചു നിന്നു. പെട്ടെന്ന് ദ്വാരപാലകരായ പടയാളികൾ അകത്തേക്ക് വന്നു പറഞ്ഞു, മഹാനുഭാവനായ യുവരാജാവ് വിജയിക്കട്ടെ. കൗശാരവിപുരത്തെ ജനങ്ങൾ അങ്ങയെ കാണുവാൻ കാത്തു നിൽക്കുന്നു. വരുവാൻ പറയൂ, ബലരാമൻ ആജ്ഞാപിച്ചു. ദ്വാരപാലകരായ സൈനികർ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. നല്ലൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അവർ ബലരാമന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്താണ് നിങ്ങളുടെ സങ്കടം? വിശദമായി പറയൂ. ജനക്കൂട്ടത്തിൽ ഒരാൾ മുമ്പോട്ട് വന്നു ബലരാമനെ തൊഴുതുകൊണ്ട് അറിയിച്ചു, പ്രഭോ, കൗശാരവിപുരം എന്ന രാജ്യത്തെ ജനങ്ങളാണ് ഞങ്ങൾ. കോലൻ എന്ന ക്രൂരനായ അസുരൻ ഞങ്ങളുടെ രാജാവിനെ തോൽപ്പിച്ച് രാജ്യം കരത്തിലാക്കിയിരിക്കുന്നു. കാശിയിൽ രാജ്യഭ്രഷ്ടനായി ഒളിച്ചു താമസിക്കുകയാണ് രാജാവ്. കൊട്ടാരം ഇടിച്ചു നിരത്തി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയെല്ലാം അസുരൻ വകവരുത്തി. കംസന്റെ സുഹൃത്താണ് കോലൻ. അവൻ ജീവിച്ചിരിക്കുമ്പോൾ കംസൻ മരിച്ചിട്ടില്ലെന്ന് കണക്കാക്കണം. എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളുടെ രാജാവിനെ വീണ്ടും രാജ്യത്ത് വാഴിക്കണം. അവരുടെ രാജ്യസ്നേഹവും രാജാവിനോടുള്ള കൂറും ബലരാമന്റെ മനസ്സിൽ തട്ടി. ജനങ്ങൾ രാജാവിനെ സ്നേഹിക്കണമെങ്കിൽ ഭരണം നീതിയുക്തവും സ്നേഹപൂർവവും ആകണം. കൗശാരവിപുരത്തെ ഭരണാധിപൻ അങ്ങനെയാണെന്ന് വ്യക്തമായി. എന്തായാലും അസുരനെ വധിക്കണം. ആ രാജാവിന് രാജ്യം വീണ്ടെടുത്തു കൊടുക്കുകയും വേണം. ബലരാമൻ നിശ്ചലനായി നിൽക്കുന്നത് കണ്ടപ്പോൾ കനത്ത നിശബ്ദത പരന്നു. ആ മൗനത്തിന് ഭംഗം നൽകിക്കൊണ്ട് യുവരാജാവ് പറഞ്ഞു, മൃഗയാ വിനോദം പിന്നെയാകാം. കൗശാരവിപുരത്തേക്ക് മധുരപ്പട നീങ്ങട്ടെ. ഭേരീരവം മുഴക്കി യുദ്ധകൗശലരായി നീങ്ങുവിൻ. സമയം സ്വർണമാണ്. ഉപയോഗിക്കേണ്ടപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. മധുര സൈന്യം ഉച്ചയോടെ കോലാസുരന്റെ രാജ്യത്തേക്ക് യാത്രയായി. ബലരാമൻ കയറിയ രഥം മുമ്പേ യാത്രയായി. സൈന്യങ്ങൾക്കത് അത്ഭുതമായി. സാധാരണയായി രാജാക്കന്മാർ ഏറ്റവും പിൻപേ വരികയുള്ളൂ. ഇവിടെ മറിച്ചാണ്. പട നയിക്കുന്ന യുവരാജാവിൻ്റെ രഥമാണ് ആദ്യം. വളരെ വേഗം ബലരാമന്റെ സൈന്യം കോലാസുരന്റെ രാജ്യത്തെ ഉപരോധിച്ചു. രാജാവ് ഒപ്പമുണ്ടായതിനാൽ യുദ്ധം പോലും മധുര സൈന്യത്തിന് വിനോദമായേ അനുഭവപ്പെട്ടുള്ളൂ. ബലരാമനും സൈന്യവും രാജ്യത്തിനകത്ത് കടന്ന വാർത്ത രാക്ഷസനെ ചൊടിപ്പിച്ചു. 10 അക്ഷൗഹിണി സൈന്യത്തോടുകൂടി പുറത്തു വന്ന കോലാസുരൻ പ്രളയമേഘം പോലെ ശോഭിച്ചു. ബലരാമൻ മുസലം കൊണ്ട് രാക്ഷസ സൈന്യത്തെ നിരോധിച്ചു. മുസലാഘാതത്താൽ രഥ അശ്വഗജങ്ങളും ധാരാളം പദാതിയും നശിച്ചു. ശേഷിച്ച സൈന്യങ്ങൾ ഭീതിയോടെ യുദ്ധരംഗത്തു നിന്നും പലായനം ചെയ്തു. ഈ സമയത്ത് മദജലം വർഷിക്കുന്ന ദിഗ്ഗജത്തിൻ്റെ വലിപ്പമുള്ള ഒരു ആനപ്പുറത്തേറി ലക്ഷഭാരം ഖനമുള്ള സപ്തധാതുമയമായ ഗദയുമെടുത്തുകൊണ്ട് കോലാസുരൻ ബലരാമന്റെ നേരെ പാഞ്ഞടുത്തു. അവന്റെ അലർച്ച കേട്ട് കുതിരകൾ തുള്ളിച്ചാടി. ആനകൾ ഭയന്ന് നിലവിളിച്ചു. ബലരാമൻ ഒഴിഞ്ഞു നിന്നു. സൈന്യങ്ങൾ ഭയന്നു മാറി. ആകാശത്ത് വിമാനമേറി നിൽക്കുന്ന ദേവന്മാർ പോലും ഭയന്നു. ആനന്ദത്തോടെ ബലരാമൻ കുതിച്ചുയർന്നു. മുസലം കൊണ്ട് മത്തഗജത്തിൻ്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. കുട്ടികൾ പൂക്കുല തല്ലും പോലെ ഗജത്തിൻ്റെ തലച്ചോറ് ചിതറിത്തെറിച്ചു. രക്തവും മജ്ജയും നാനാവശത്തേക്കും വിതറി. കൊമ്പുകുത്തി ഗജം മണ്ണിൽ പതിച്ചു. തറയിൽ ചാടി നിന്ന കോലാസുരനെ ബലരാമൻ പ്രഹരിച്ചു. അടി തടഞ്ഞ അസുരൻ നിശിതമായ ഒരു ശൂലം ബലരാമന്റെ നേർക്കയച്ചു. ക്ഷണത്തിൽ പാഞ്ഞു വന്ന ശൂലത്തെ പളുങ്കുപാത്രം ഒരു കുട്ടി തല്ലി പൊട്ടിക്കുന്ന ലാഘവത്തോടെ ബലരാമൻ തകർത്തു. കോലന്റെ മൂർധാവിൽ പിന്നെയും പ്രഹരം നൽകി. അസുരൻ അതും തട്ടിക്കളഞ്ഞു. ബലരാമനെ മുഷ്ടി കൊണ്ടിടിച്ചതിനു ശേഷം അസുരൻ മറഞ്ഞുപോയി. മായായുദ്ധത്തിൽ വിദഗ്ധനായ കോലൻ ക്ഷണനേരം കൊണ്ട് അവിടെ ചലം, മലം, മൂത്രം, രക്തം എന്നിവ കൊണ്ട് നിറച്ചു. യോദ്ധാക്കൾ ഭയന്ന് പരവശരായി. എവിടെയും ഹാഹാരവമുയർന്നു. ബലരാമൻ അമ്പും വില്ലുമേന്തി രാക്ഷസമായയെ അസ്ത്രം കൊണ്ട് ഹനിച്ചു.
മായ തകർന്ന രാക്ഷസൻ മഞ്ഞിലിറങ്ങി നിന്നു. തീക്ഷ്ണ നയനങ്ങളോടെ ബലരാമൻ അസുരന്റെ നേർക്ക് പാഞ്ഞടുത്തു. എന്തു ചെയ്യണമെന്നറിയാതെ പരുങ്ങി നിന്ന കോലാസുരനെ ബലരാമൻ തോഴിച്ചിട്ടു. ചവിട്ടേറ്റ അസുരൻ തെറിച്ചു വീണു. ഭൂമിയിൽ അവൻ നിപതിച്ചപ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങി. പെട്ടെന്ന് മുസലധാരി അവൻ്റെ കാൽക്കുഴയ്ക്ക് കടന്നു പിടിച്ചു. കുട്ടികൾ വടി ചുഴറ്റും പോലെ അവനെ തലയ്ക്കു മുകളിൽ കറക്കി നിലത്തിട്ടു. സമുദ്രങ്ങൾ നുരഞ്ഞു പതഞ്ഞു. വനതടങ്ങൾ ഇളകിത്തെറിച്ചു. നദികൾ ഗതിമാറി ഒഴുകി. പെരുത്ത കറുത്ത മല മറിഞ്ഞു കിടക്കും പോലെ രാക്ഷസൻ യുദ്ധക്കളം നിറഞ്ഞ് മരിച്ചു കിടന്നു. ചെങ്കല്ലിൽ പർവ്വതസാനു ചുവക്കും പോലെ രക്തത്തിൽ രാക്ഷസൻ ചുവന്നു കിടന്നു. യദുക്കൾ വിജയാഹ്ലാദം മുഴക്കി. ദേവകൾ ദുന്ദുബി വർഷിച്ച് പുഷ്പവൃഷ്ടി നടത്തി. ബലരാമനെ ജനങ്ങൾ നൃത്തം ചെയ്ത് സ്വീകരിച്ചു. തങ്ങളുടെ രാജാവിനെ എതിരേൽക്കുന്നതുപോലെ അവർ ബലരാമനെയും സ്വീകരിച്ചു. നീലാംബരൻ തന്നെ കൗശാരവിപുരത്തേക്ക് ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ നയിച്ചു. രാജ്യം രാജാവിന് നൽകിയ ശേഷം ബലരാമൻ ഗർഗാചാര്യനോടൊത്ത് ഗംഗാസ്നാനത്തിനു പോയി. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.